പിണറായിയുടെ വീട്ടിൽ പോലീസ്. CMRന് എതിരായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് അന്വേഷണം നടത്താമെന്ന് ഇന്ന് ജസ്റ്റിസുമാരായ ജയരാജ രാഘവൻ, വി ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിധിച്ചു. നിർണായകമായിട്ടുള്ള ഒരു വിധിയാണ് വന്നത്. CMRന് എതിരായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് CMRൽ സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ടാണ് ഇന്ന് വിധി വന്നിരിക്കുന്നത്. മാത്രമല്ല, പിണറായി വിജയന്റെ മകൾക്ക് എതിരായിട്ടുള്ള നടപടികൾ തുടരാമെന്ന് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് CMRലിന് എതിരായിട്ടുള്ള വിധി വന്നതോടുകൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ രാഹുൽ നവീൻ ഇന്നലെ തന്നെ കൊച്ചിയിലെത്തിയിരുന്നു. ഇന്ന് രാവിലെ അദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ഏത് നിമിഷവും പിണറായി വിജയന്റെ മകൾക്ക് സമൻസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് EDയുടെ തീരുമാനം. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടന്നു. EDയെ ആക്രമിച്ച കേസിൽ DYFI CPM പ്രവർത്തകർക്കെതിരായിട്ട് പോലീസ് അന്വേഷണം കടുപ്പിക്കുകയാണ്. അതിന്റെ ഭാഗമായി 5 പ്രതികളെ, നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷാഹുൽ എന്നീ പ്രധാനപ്പെട്ട ആദ്യത്തെ 5 പ്രതികളെ ഇന്ന് ബേക്കർ ജംഗ്ഷനിലുള്ള പിണറായി വിജയന്റെ വസതിയിലെത്തി തെളിവെടുപ്പ് നടത്തി. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട്. ഒന്ന്, ആദ്യമായി ഈ കേസിൽ ജാമ്യാപേക്ഷ നൽകിയ 5 പേരാണിവർ. ഈ 5 പേരുടെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 വിധിച്ചത് EDക്കെതിരായിട്ടുള്ള ആക്രമണത്തെ രാജ്യദ്രോഹ കുറ്റമായിട്ടാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു കോടതിയുടെ വിധി. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ 26 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ നീക്കം. 2 തരത്തിലെ FIRകളാണ് ഇട്ടിട്ടുള്ളത്. ഒന്ന്, EDയെ ആക്രമിച്ച കേസിലെ പ്രതികളെ കണ്ടെത്തുക. രണ്ടാമത്, പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതികളെ കണ്ടെത്തുക. അങ്ങനെ 2 FIR ഇട്ടുകൊണ്ടാണ് SITയുടെ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഓപ്പറേഷൻസ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായി പ്രതികളെ, ഈ 5 പ്രതികളെയും വിട്ടുകിട്ടാൻ വേണ്ടി പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി. ആ കസ്റ്റഡി അപേക്ഷയിൽ പ്രധാനമായി 3 കാര്യങ്ങളാണ് പോലീസ് എണ്ണി പറയുന്നത്. ഒന്ന്, പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങേണ്ടതിന്റെ ആവശ്യകത. അതിൻ്റെ ഒന്നാമത്തെ കാരണമായി പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് പ്രതികൾ EDയെ ആക്രമിച്ച ആയുധങ്ങൾ കണ്ടെത്തണം. രണ്ടാമത്, പ്രതികളുടെ കൂട്ടുപ്രതികളെ കണ്ടെത്തണം. കാരണം 300 പേർക്കെതിരെയായിട്ടാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കേസ്. 300 പേരാണ് അവിടെ കൂടി EDയെ ആക്രമിച്ചത്. അതിലെ ഡയറക്റ്റ് EDയെ ആക്രമിച്ച കേസിലെ പ്രതികളാണ് ഈ പറയുന്ന 5 പേർ. മറ്റു പ്രതികളെ കണ്ടെത്തണമെങ്കിൽ ഇവരുടെ കസ്റ്റഡി അത്യാവശ്യമാണ്. അതുകൊണ്ട് ഇവരെ കസ്റ്റഡിയിൽ വേണമെന്നാണ് കസ്റ്റഡി അപേക്ഷയിൽ പോലീസ് നടത്തിയിട്ടുള്ള രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് കൂടുതൽ പേരെ കണ്ടെത്തണമെങ്കിൽ ഇവരുടെ കസ്റ്റഡി അത്യാവശ്യമാണ്. അങ്ങനെ 3 കാര്യങ്ങളും കോടതി അംഗീകരിച്ചു. നാളെ വൈകിട്ട് 4 മണി വരെയാണ് ഈ 5 പേരെയും കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി, തെളിവെടുപ്പിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ 5 പേരെയും പോലീസ് തിരുവനന്തപുരത്തുള്ള പിണറായി വിജയന്റെ വാടക വീട്ടിൽ എത്തിച്ചത്. എന്തായിരുന്നു ഇതിൻ്റെ പ്രചോദനം? ആരെങ്കിലും നിങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നോ? പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിരുന്നോ? എങ്ങനെയൊക്കെയായിരുന്നു ആക്രമണം? കല്ലും കട്ടയും വടികളും കൊണ്ടാണ് ഈ പ്രതികൾ ആക്രമിച്ചത്. അതുകൊണ്ട് തന്നെ അവരുടെ വിശദാംശങ്ങളെല്ലാം തന്നെ അവിടെ സ്ഥലത്തെത്തിച്ചുകൊണ്ട്, കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് എത്തിച്ചുകൊണ്ട് പോലീസുകാർ ഇന്ന് തെളിവെടുപ്പ് നടത്തുകയുണ്ടായി. ഏതാണ്ട് 10 മിനിറ്റോളം നീണ്ടുനിന്ന ഈ തെളിവെടുപ്പിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ തെളിവെടുപ്പിനെ ചെറുക്കാൻ
ഒരൊറ്റ സഖാക്കൾ പോലും വന്നിട്ടില്ല എന്നുള്ളതാണ്. പതിവിന് വിപരീതമായി ഇത്തരത്തിൽ CPM-ന്റെ പ്രതികളെ തെളിവെടുപ്പിക്കാൻ കൊണ്ടുവരികയോ അല്ലെങ്കിൽ കോടതിയിൽ എത്തിക്കുകയോ ചെയ്താൽ അവിടെ CPM പ്രവർത്തകർ തടിച്ചുകൂടുക സ്വാഭാവികമാണ്. അങ്ങനെയാണ് നമ്മുടെ എല്ലാ ചരിത്രത്തിലും കാണുന്നത്. CPM പ്രവർത്തകർ പ്രതികളായിട്ടുള്ള കേസുകളിൽ അവരെ തെളിവെടുപ്പിന് കൊണ്ടുവരികയോ അവരെ കോടതിയിൽ ഹാജരാക്കുകയോ ചെയ്യുമ്പോൾ വലിയ തോതിൽ CPM, DYFI, SFI പ്രവർത്തകർ തടിച്ചുകൂടാറുണ്ട്. പക്ഷേ ഈ 5 പേരെ കൊണ്ടുവന്നപ്പോൾ ഒരാൾ പോലും പ്രതിരോധിക്കാനുണ്ടായിരുന്നില്ല. അതിനെന്താണ് കാരണം സഖാക്കൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ 26 പ്രതികൾ ജയിലിൽ കിടക്കുന്നത് വീണ വിജയന് വേണ്ടി പ്രതിഷേധിക്കാൻ വന്നവരാണ്, അല്ലാതെ പിണറായി വിജയന് വേണ്ടി പ്രതിഷേധിച്ചവരല്ല. ഈ 26 പേര് വന്ന് സഖാക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രതിഫലനം എന്ന നിലയിലാണ് ഇന്ന് നിതിൻ രാജിനെയും മനോജിനെയും ജീവനെയും ശ്രീജിത്തിനെയും ഷാഹിലിനെയും പിണറായി വിജയന്റെ ബേക്കറി ജംഗ്ഷനിലുള്ള വസതിയിൽ തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ അവിടെ ശൂന്യമായിരുന്നു, ശുദ്ധശൂന്യമായിരുന്നു. മാധ്യമപ്രവർത്തകർ ഒഴികെ, പോലീസുകാർ ഒഴികെ ബാക്കി ആരും ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലെ പ്രതിഷേധങ്ങളും ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലെ പ്രതിരോധങ്ങളും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. അതിന് കാരണം സഖാക്കൾക്ക് ബോധം വെച്ച് തുടങ്ങി. കാരണം തങ്ങൾ അറസ്റ്റിലാകുന്നത്, തങ്ങൾക്കെതിരായിട്ടുള്ള നിയമ നടപടി എന്ന് പറയുന്നത് വീണയ്ക്ക് വേണ്ടി SFI-യിലോ DYF-യിലോ CPM-ലോ അംഗമല്ലാത്ത, പാർട്ടിക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്തിട്ടില്ലാത്ത, പാർട്ടിക്ക് വേണ്ടി എന്നെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിയിട്ടില്ലാത്ത, പാർട്ടിക്ക് വേണ്ടി അനുഭാവം കാണിച്ചിട്ടില്ലാത്ത വീണ വിജയന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഇത്തരത്തിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നേരിടുന്നത് എന്ന് സഖാക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നിതിൻ രാജിനെയും മനോജിനെയും ജീവനെയും ശ്രീജിത്തിനെയും ഷാഹിലിനെയും ബേക്കറി ജംഗ്ഷനിൽ പിണറായിയുടെ വസതിയിൽ, ഔദ്യോഗികമായിട്ടുള്ള വസതിയല്ല എങ്കിൽ പോലും വാടക വീട്ടിൽ, അവിടെ വെച്ചിട്ടാണ് ED കയറിയത്. 27-ാം തീയതിയാണ് ED ഈ വാടക വീട്ടിൽ കയറി വീണ വിജയനെ ചോദ്യം ചെയ്തതും വീണ വിജയന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്തതും. അപ്പോഴാണ് പ്രതിരോധമുണ്ടായത്. ഇന്ന് ആ വീണ വിജയന്റെ, പിണറായി വിജയന്റെ ആ വാടക വീട്ടിൽ ഈ പ്രതികളെ കൊണ്ടുവന്നപ്പോൾ പ്രതിരോധിക്കാനായി ഒരൊറ്റ സഖാക്കളും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM പ്രവർത്തകർ പ്രതികളാകുന്ന കേസുകൾ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോഴോ കോടതിയിൽ കൊണ്ടുവരുമ്പോഴോ നമ്മൾ കാണാറുള്ളതാണ് ഇരച്ചെത്തുന്ന സഖാക്കൾ. പക്ഷേ ഇന്നവിടെ ശ്മശാന ശൂന്യതയായിരുന്നു. ഒറ്റ സഖാക്കൾ പോലും പ്രതിരോധിക്കാൻ വന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാസപ്പടി കേസിൽ EDക്ക് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്നുള്ള ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഒരു പരിശോധന എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിലുള്ള നീക്കമാണ് മ്യൂസിയം പോലീസ് എടുത്തിട്ടുള്ള ഈ കേസിൽ ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രതികളായിട്ടുള്ള ഈ 5 പേരാണ് പ്രധാനപ്പെട്ട, ഏറ്റവും മുന്നിൽ നിന്ന് ആക്രമിച്ച പ്രതികൾ. ഈ 5 പേരാണ്. അവരാണ് EDക്കെതിരെ കല്ലും കട്ടയും വടിയും ഉപയോഗിച്ചുകൊണ്ട് EDയുടെ കാർ തകർത്തത്. EDയുടെ വാടകയ്ക്ക് എടുത്ത കാറായിരുന്നു അത്. അതിന് ഡ്രൈവർക്ക് കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റു. ആ പരിക്കേറ്റപ്പോൾ അവിടുത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആ പരിക്കേൽപ്പിച്ച ആൾക്കാരെ കൃത്യമായി തന്നെ പോലീസ് ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെയാണ് നിതിൻ രാജും മനോജും ജീവനും ശ്രീജിത്തും ഷാഹിലും അടങ്ങിയ സജീവമായിട്ടുള്ള ഈ CPM സഖാക്കൾ പോലീസിന്റെ പിടിയിലാകുന്നതും അവർ എന്നേക്കുമായി എന്ന് വേണമെങ്കിൽ നമുക്ക് ആലങ്കാരികമായി പറയാം ജയിലിലായിരിക്കുന്നതും. ഇവർ മാത്രമല്ല, ഇനിയുമുണ്ട്. ഇവരുൾപ്പെടെ 26 സഖാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം SFI-യുടെ ജില്ലാ പ്രസിഡന്റിനെയും ഈ കേസിൽ സമാനമായ നിലയിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ആ പോലീസിനെ ആക്രമിച്ചു എന്നുള്ള കേസാണ് അദ്ദേഹത്തിന് മേൽ ചുമത്തിയത്. എന്നാൽ കോടതി ജാമ്യം കൊടുക്കാൻ തയ്യാറായില്ല. കാരണം EDയെ ആക്രമിച്ച അതേ കുറ്റം തന്നെ പോലീസിനെതിരെ ആക്രമിച്ചു എന്ന നിലയിൽ തന്നെയാണ് കോടതിയുടെ ആ വിധി ഉണ്ടായിരിക്കുന്നത്. തെറ്റായ സന്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകും അങ്ങനെ ഒരു ആൾക്ക് ജാമ്യം നൽകിയാൽ. അതുകൊണ്ട് SFI ജില്ലാ പ്രസിഡന്റിനെ ജാമ്യത്തിൽ വിടുന്നത് ഗുരുതരമായിട്ടുള്ള തെറ്റായ സൂചനകൾ സമൂഹത്തിൽ നൽകും, വിദ്യാർത്ഥികൾക്ക് കുറ്റം ചെയ്യാനുള്ള പ്രേരണ നൽകും അദ്ദേഹത്തിന് ജാമ്യം നൽകിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് 26-ാമനായിട്ടുള്ള ഈ SFI-യുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റിന് കോടതി ജാമ്യം നിഷേധിച്ചു. അങ്ങനെ 2 FIR ആണ്, EDയെ ആക്രമിച്ച കേസും പോലീസിനെ ആക്രമിച്ച കേസും. ഇപ്പോൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ടും തുല്യം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. യഥാർത്ഥത്തിൽ പോലീസിനെ ആക്രമിച്ചിട്ടില്ല അന്ന്, അതായത് റെയ്ഡ് നടന്ന കഴിഞ്ഞ മാസം 27-ാം തീയതി ഇത്രയും സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് നിഷ്ക്രിയമായി നോക്കി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിനെ ആക്രമിച്ച കേസ് വലിയ ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാവില്ല എന്നായിരുന്നു CPM നേതാക്കളുടെയും CPM അനുകൂല സംഘടനയിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയും ധാരണ. എന്നാൽ ആ ധാരണയെ തിരുത്തിക്കൊണ്ടാണ് കോടതി SFI-യുടെ ജില്ലാ പ്രസിഡന്റിനെ ജാമ്യം നൽകാതെ
വീണ്ടും റിമാൻഡിലേക്ക് വിട്ടത്. എന്തു തന്നെയായാലും ഇന്ന് ഈ 5 പേരെയും കൊണ്ട് പോലീസ് പിണറായി വിജയൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ നിശബ്ദമായിരുന്നു. അവിടെ ശ്മശാന മൂകതയായിരുന്നു. ഒരാളും ഇന്ന് പ്രതിഷേധിക്കാൻ വന്നിട്ടില്ല. കടുത്ത നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. കൂടുതൽ പ്രതികളെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്ത് അകത്താക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. അതിനിടയിലാണ് ഈ പ്രധാനപ്പെട്ട 5 പ്രതികളുടെയും കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയതും അതിന് അനുകൂലമായി കോടതി ഉത്തരവിട്ടതും ഇന്ന് തെളിവെടുപ്പ് നടന്നു. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.